ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ പിന്നെ എത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്കൊരു ട്രാവൽ വ്ലോഗ് ആയിരിക്കും. വേറൊന്നല്ല, എനിക്കൊരു യാത്രയുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നത്തെ വ്ലോഗ് അതായിട്ട് അങ്ങ് എടുക്കാവുന്നു. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം തന്നെ വാമിക്കുട്ടി കാറിൽ കയറി ഇരിപ്പുണ്ട് കേട്ടോ. നമ്മൾ അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അച്ഛൻ ഗേറ്റ് പൂട്ടാൻ പോയതാണ്. അച്ഛൻ വന്നു, അച്ഛൻ ഗേറ്റ് പൂട്ടിട്ട് വന്നു. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് നമ്മുടെ വീടിന്റെ കുറച്ച് അടുത്തുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ. നമ്മൾ എവിടെ പോവാണെങ്കിലും കുറച്ച് എന്താ പറയുക, ദൂരയാത്രയൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് കാണിക്കൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടേ പോകാറുള്ളൂ. അത് ഞങ്ങൾ പറഞ്ഞാലും അച്ഛനും അമ്മയും മറക്കാറില്ല. അങ്ങനെ അവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കൊണ്ടുവന്നൊരു കാര്യമാണത്. നമ്മളങ്ങനെ ശ്രീകാര്യം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. അവധി ദിവസം ആയതുകൊണ്ടാണ് തോന്നുന്നത് വലിയ തിരക്കില്ല. അല്ലെങ്കിൽ സാധാരണ ഈ സമയത്തൊക്കെ ഇവിടെ നല്ല ട്രാഫിക് ബ്ലോക്കാണ്. കുറേ നേരം നിൽക്കണം ഇവിടെ ഒന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകാൻ പറ്റണമെങ്കിൽ. പിന്നെ എന്തായാലും അവധിയായിട്ട് വലിയ തിരക്കില്ല. നമ്മൾ ട്രാവൽ വ്ലോഗാന്ന് പറഞ്ഞല്ലാതെ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ. നമ്മൾ പോകുന്നത് കൊല്ലത്തേക്കാണ്. കൊല്ലത്ത് 2 സ്ഥലത്ത് പോകാനുണ്ട്. ഒന്ന് കൊല്ലത്ത് മടത്തറ, പിന്നെ ചാത്തന്നൂര്. മടത്തറയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഹസ്ബൻഡിന്റെ സിസ്റ്ററിലോടെ വീട് മടത്തറയാണ്. അങ്ങോട്ടാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് അങ്ങോട്ട് പോകണം. അവിടെ പോയിട്ട് നമുക്ക് സിസ്റ്ററിലോനെയും പിന്നെ 2 കുട്ടി താരങ്ങളുണ്ട് അവിടെ, അവരെയും കൂടെ പിക്ക് ചെയ്തിട്ട് നമുക്ക് കൊല്ലത്ത് തന്നെ ചാത്തന്നൂര് പോകണം. ചാത്തന്നൂർ എൻ്റെ വീടാണ്, എൻ്റെ സ്വന്തം വീട് ചാത്തന്നൂരാണ്. അവിടെ എൻ്റെ ബ്രദറിന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്. അപ്പൊ ആളെ ഒന്ന് കാണണം. ഞങ്ങളുടെ ഫാമിലിയിലെ അടുത്ത സൂപ്പർ സ്റ്റാറിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡെലിവറി ഡേറ്റ് ഒക്കെ അടുക്കാറായി. അപ്പം ആളെ ഒന്ന് കാണണം. ഇന്നത്തെ യാത്ര കൊണ്ടുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോഴേ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. രാവിലെ അത്യാവശ്യം നല്ല നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഈ വഴി എന്താ പറയാ, എപ്പോൾ പോയാലും ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ഇന്ത്യൻ കോഫി ഹൗസ് തന്നെയാണ്. അങ്ങനെ ഫുഡ് എത്തിയിട്ടുണ്ട്. വാമിക്കുട്ടിക്ക് നെയ്റോസ്റ്റ് മതി എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും നെയ്റോസ്റ്റ് മതി എന്ന് പറഞ്ഞു. ഞാൻ ചപ്പാത്തിയാണ് വാങ്ങിച്ചത്. എനിക്ക് രാവിലെ കാറിൽ യാത്ര ചെയ്ത് വല്ലാത്തൊരു മൂടായതുകൊണ്ട് ഞാൻ ചപ്പാത്തിയാണ് വാങ്ങിച്ചത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ബില്ല് എത്തിയിട്ടുണ്ട് കേട്ടോ. 507 രൂപയായിട്ടുള്ളൂ. റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്, കുഴപ്പമില്ല. നമ്മൾ എക്സ്ട്രാ പിന്നെ ഒരു നെയ്റോസ്റ്റ് മസാല ദോശയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ലാത്ത റേറ്റ് ആണ് 4 പേർക്ക് ഫുഡ് കഴിക്കാൻ. അച്ഛൻ ആ ബില്ലിൽ നോക്കിയിട്ട് കാര്യമായിട്ട് എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മര്യാദയ്ക്ക് വീട്ടിൽ നിന്നെല്ലാം കഴിച്ചിട്ട് വന്നിരുന്നെങ്കിൽ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷെ സാരമില്ല, വല്ലപ്പോഴും ഒക്കെ അല്ലേ. വാമിക്കുട്ടിക്ക് വീടാണെങ്കിലും ഹോട്ടലാണെങ്കിലും ഇങ്ങനെ കറങ്ങി നടന്ന് ഫുഡ് കഴിക്കണം കേട്ടോ. അവരുടെ തിരുന്ന ആഹാരം കഴിക്കുന്ന സ്വഭാവം ഒന്നും ഞങ്ങൾക്കില്ല. അപ്പോഴേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാണ്. വാമിക്കുട്ടിക്ക് ഒരു മഞ്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചോക്ലേറ്റ് വാങ്ങിച്ച് കൊടുക്കല്ലേ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ അമ്മമ്മയ്ക്കും മോക്കും അതൊന്നും ബാധകമല്ല. അവരിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞങ്ങളത് പിന്നെയും വണ്ടിയിലോട്ട് കയറുകയാണ്. ഇനി നേരെ മടത്തറ. ഫുഡ് കഴിച്ചിട്ടിരുന്നോണ്ട് ഞാൻ കുറച്ചിടത്തേക്ക് വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ ഞാൻ ഇറങ്ങി ഫ്രണ്ട് ഇരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വാള് വെക്കും. സാധാരണ നമുക്ക് മടത്തറയിൽ പോകാനുള്ള റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ നേരെ നിലമേൽ ചെല്ലും. നിലമേലിൽ നിന്ന് കടയ്ക്കൽ വഴി അങ്ങനെയാണ് സാധാരണ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇതെന്ന് പറയുന്നത് ഒരു ഷോർട്ട് വേ ആണ്. നമ്മൾ എന്താ പറയാ, കിളിമാനൂർ എന്നുള്ള ഒരു ഷോർട്ട് കട്ടാണ്. ഇതിന് പോവാണെങ്കിൽ നമ്മൾ കടയ്ക്കൽ ടച്ച് ചെയ്യാതെ കടയ്ക്കൽ കഴിഞ്ഞിട്ടിരിക്കുമെന്ന് പള്ളിമുക്കാന്ന് തോന്നുന്നു. പള്ളിമുക്കിൽ ചെന്ന് കയറും. അവിടുന്ന് നമുക്ക് നേരെ മടത്തറയിൽ പോവാം. ഇത് കുറച്ചും കൂടെ നല്ലൊരു വഴിയാണ് കേട്ടോ. അതാണ് ഞാൻ എപ്പോൾ പോയാലും ഞാൻ അച്ഛനോട് പറയും ഈ വഴി പോവാന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, AC ഒക്കെ ഓഫ് ചെയ്തിട്ടിട്ട് ഗ്ലാസ് ഒക്കെ താത്തിട്ട് ഇത്തിരി കൂളായിട്ട് പോകാൻ പറ്റിയൊരു വഴിയാണ്. 2 സ്ഥലം നിറച്ച് മരവും അത്യാവശ്യം നല്ലൊരു വഴിയാണ്. വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു റൂട്ടാണ്. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഗൈസ് നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന മടത്തറ എന്ന് പറയുന്ന സ്ഥലം. എന്താ പറയാ, കുറെ മലകള്, കാട്, പുഴ, ചെറിയ വാട്ടർഫോൾസ്, അതുപോലെ തന്നെ എന്താ പറയാ, ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിക്കാനൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് പറ്റിയ ഒരു സ്പോട്ടാണ് ഇത്. അങ്ങനെ പറഞ്ഞ് നമ്മളിതാ പള്ളിമുക്ക് ജംഗ്ഷനിൽ വന്ന് കയറിയിട്ടുണ്ട്. ഇവിടുന്ന് അധികം ദൂരം ഇല്ല. ചെറിയ ചാറ്റൽ മഴയും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വാമിക്കുട്ടിയുടെ നല്ല ഉറക്കമാണ് കേട്ടോ പുറവില്. രാവിലെ നേരത്തെ എഴുന്നേറ്റത് കൊണ്ടാണെന്ന് തോന്നുന്നു ആള് നല്ല ഉറക്കമായിരുന്നു ഇതുവരെയും. പക്ഷെ എന്തായാലും നമുക്ക് വിളിച്ചുണർത്തണം. കാരണം നമ്മളിതാ മടത്തറ ജംഗ്ഷനിലെത്തി. ഇവിടുന്ന് അധികം ദൂരം ഇല്ല വീട്ടിലേക്ക്. ഇനി അധികം ദൂരം ഇല്ല കേട്ടോ. ദാ ഈ വളവ് കഴിഞ്ഞാല് വീടെത്തി. നമ്മളിതാ എത്തിയിട്ടുണ്ട് ഗൈസ്. വീടെത്തി. ദാ അവിടെ വാതിക്കൽ തന്നെ നിപ്പോണ്ട് 3 കുട്ടി താരങ്ങളും കൂടെ. ഹായ്. അവര് നോക്കുകയാണ് ഇപ്പൊ എവിടെ നിന്നാണ് ഓടിക്കാരി പറഞ്ഞെന്നുള്ള രീതിയിൽ നോക്കുകയാണ്. ഇതാണ് നമ്മുടെ കാശി, കേശു, വൈഷു ടീം. നോക്കി, വൈഷുകുട്ടിക്ക് ബോഡി ഗാർഡ്സിനെ പോലെ ലെഫ്റ്റിനും റൈറ്റിനും നിൽക്കുകയാണ് 2 ചേട്ടന്മാര്. ഇനി കുറച്ചേരത്തേക്ക് വാമിക്കുട്ടിയെ പിടിച്ചാൽ കിട്ടത്തില്ല. ഇനി അവരുടെ പുറകെ ആയിരിക്കും. അല്ലെങ്കിലും ഈ കൊച്ചുമക്കളെ കണ്ടു കഴിഞ്ഞാൽ വാമിമോള് അവരുടെ പിന്നാലെ തന്നെയാണ്. അവരുടെ പുറകെ കളിച്ചും ചിരിച്ചൊക്കെ അങ്ങ് നടന്നോളും. പിന്നെ അകത്തോട്ട് വന്ന് കയറിയപ്പോൾ അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. അതിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് അതിൽ നിന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരുന്നോളും. ആ സമയം നോക്കി ഞാൻ പതുക്കി വന്ന് പുറത്തോട്ട് ഇറങ്ങുവാണ്.
ആണ്. വേറെ ഒന്നിനല്ല, ജസ്റ്റ് ആ പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടത്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് അങ്ങ് അറ്റം വരെ ഇങ്ങനെയാണ്, നല്ല രസമാണ്. ഞാൻ പിന്നെ കുറച്ച് അങ്ങോട്ട് നടക്കാന്ന് വിചാരിച്ച് അങ്ങോട്ട് ഇറങ്ങി. അവരവിടെ റെഡി ആവുന്നേ ഉള്ളൂ. ആ സമയം കൊണ്ട് ചെറിയൊരു നടത്തുമായി എന്താ ഈ ചുറ്റും ഒന്ന് കാണിച്ചും തരാന്ന് വിചാരിച്ചു. മാമിക്കുട്ടി എന്റെ കൂടെ പോരുന്നു കേട്ടോ. ചുമ്മാ നടക്കാൻ അവൾക്കും ഇഷ്ടമാണ്. ഇങ്ങനത്തെ സ്ഥലത്തിലൊക്കെ നടക്കാനും ഒക്കെ മാമിക്കുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ആവുമ്പോ ഇങ്ങനെ ഓടിക്കളിക്കാനൊക്കെ കുറെ സ്ഥലമുണ്ടല്ലോ. അവിടെ നമ്മുടെ ട്രിവാൻഡ്രത്തെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ഓടിക്കളിക്കാനൊന്നും വലിയ സ്ഥലമില്ല. എന്റെ വീട്ടിലാണെങ്കിൽ ഫുള്ള് ലോക്ക് ഇട്ടേക്കാണ്, അതുകൊണ്ട് ഇങ്ങനെ ഓടിക്കളിക്കാനൊന്നും പറ്റത്തില്ല.